ഇന്ന് എന്താ സോഷ്യോളജിയിലേക്ക് പോവാം. സോഷ്യോളജിയിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ് ചാപ്റ്റർ 20. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ എന്താണ് സാമൂഹിക നിയന്ത്രണം, അത് മാത്രമല്ല എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് സാമൂഹിക നിയന്ത്രണത്തിനകത്ത് വരുന്നത്, അതിന്റെ ഏജൻസീസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാം. അപ്പൊ സാമൂഹിക നിയന്ത്രണം എന്താന്ന് ചോദിച്ചാല് ഒരു വ്യക്തി നമ്മുടെ സമൂഹത്തില് ഒരു വ്യക്തി എങ്ങനെയാണ് ആ സമൂഹത്തിലെ ആളുകളോട് പെരുമാറുന്നത്, അതിനെയാണ് നമ്മൾ സാമൂഹിക നിയന്ത്രണം എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ സാമൂഹിക ജീവിയായിട്ടുള്ള വ്യക്തികള് നമ്മുടെ സമൂഹത്തിൽ പെരുമാറേണ്ട നിയന്ത്രണം അല്ലെങ്കിൽ പെരുമാറ്റ ചിട്ടകൾ, ഇതിനെയൊക്കെയാണ് നമ്മുടെ സാമൂഹിക നിയന്ത്രണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് സാമൂഹിക നിയന്ത്രണത്തിൽ വരുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു പെരുമാറ്റ രീതിയാണ് നമ്മുടെ സാമൂഹിക നിയന്ത്രണം എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് ഈ എല്ലാ ആളുകളും ഈ സാമൂഹിക നിയന്ത്രണം അനുസരിച്ചിരിക്കണം. നമ്മുടെ സമൂഹ നിയന്ത്രണത്തിന്റെ വ്യാപ്തി വളരെ വിപുലമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഗൈഡിലാണ് നോക്കി ഒന്ന് വായിച്ചു വെച്ചേക്കാം. ഇനി നമ്മുടെ സാമൂഹിക നിയന്ത്രണത്തെ സ്വാധീനിക്കുന്ന ഏജൻസീസിനെ പറ്റിയിട്ടാണ് നമുക്ക് നോക്കാനായിട്ട്. ഒന്ന് കുടുംബം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ തന്നെ കുടുംബത്തിന്റെ പ്രാധാന്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ ജനിക്കുമ്പോൾ തന്നെ ആ കുടുംബമാണ് ആ വ്യക്തിയുടെ കാര്യങ്ങൾ നോക്കാനായിട്ടുള്ളത്. കുടുംബത്തിലുള്ള പെരുമാറുന്നത് പോലെ ആയിരിക്കണം ആ വ്യക്തി ബാക്കിയുള്ള സമൂഹത്തിലും പെരുമാറുന്നത്. അപ്പൊ കുടുംബം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. രണ്ടാമത് വരുന്നത് മതം. നമുക്കറിയാം അത് കുട്ടി ഏത് മതത്തിൽ ജനിച്ചാണ് വളർന്നതെങ്കിലും ആ മതം എന്ന് പറയുന്നതും അതിന്റെ പെരുമാറ്റത്തെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. പിന്നെ വരുന്നത് നിയമം. നിയമം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നിയമം എന്തോന്നാണ്, നമ്മുടെ പൗരന്മാരെ അനുസരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ നിയമം എന്ന് പറയുന്നത്. നമ്മുടെ കടമകളെല്ലാം പൗരൻ അനുസരിക്കണം. പിന്നെ പൊതുജനങ്ങളുടെ അഭിപ്രായം, പിന്നെ ആ കുട്ടിയുടെ വിദ്യാഭ്യാസം, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. നമ്മുടെ എക്സ്പ്ലെയിൻ ദി ഏജൻസീസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് എന്താണ് സാമൂഹിക നിയന്ത്രണം, എന്തൊക്കെയാണ് അതിന്റെ ഏജൻസീസ്, ഒക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് ചാപ്റ്റർ 26ലേക്ക് നോക്കാം. ബാക്കി മൊത്തം TMA ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. 26ലുള്ളത് ഇന്ത്യൻ സമൂഹം, ഗോത്രം, ഗ്രാമം, നഗരം, ഇതൊക്കെയാണ് നമ്മുടെ 26ാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. ഇന്ത്യയിൽ എത്ര ഗോത്രമാണ് ഉള്ളത്? 461. പിന്നെ വടക്ക് കിഴക്കൻ ഗോത്ര വിഭാഗങ്ങൾ നാഗ, മിസോ, ലപ്ച്, ഖാസി, ഖോര തുടങ്ങിയിട്ടുള്ള ആളുകളാണ്. പഞ്ചായത്ത് രാജ് ആരംഭിച്ച വർഷം 1959. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കി വെക്കുക. ഇനി 26ാമത്തെ ചാപ്റ്ററിൽ എന്താണ് പഠിക്കാനായിട്ടുള്ളത്? എന്താണ് ട്രൈബ്സ്? ട്രൈബ്സ് എന്ന് വെച്ചാൽ എന്തോന്നാണ്? ഗോത്രവർഗം. പൊതുവായിട്ടുള്ള ഭാഷയും പൊതുവായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പങ്കിട്ട് ജീവിക്കുന്ന ആളുകളെ നമ്മൾ ഗോത്രവർഗക്കാരെന്നാണ് അറിയപ്പെടുന്നത്. ഗോത്രവർഗത്തിന്റെ പ്രത്യേകത, ഗോത്രവർഗത്തിന് ഒരു ലിപിയില്ല. അവരെന്ന് വെച്ചാൽ എന്താണ്? അവർക്കൊരു പ്രത്യേകപരമായിട്ടുള്ള വംശത്തിലുള്ള ആളുകളാണ്. ഇവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള അതിർത്തികളുണ്ട്. ഇവർ പ്രത്യേകമായിട്ടുള്ള ഒരു മേഖലകളിലാണ് താമസിക്കുന്നത്. ഇവർ നേരിടുന്ന പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഭൂമിശാസ്ത്രപരമായിട്ട് ഒറ്റപ്പെട്ട പ്രദേശങ്ങളാണ് ഇവർ താമസിക്കുന്നത്. അതുമൂലം തന്നെ എന്താണ്, ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഡോക്ടറുടെ സംവിധാനം അങ്ങനെയൊന്നും ഒന്നുമില്ല. പോഷകാഹാരങ്ങൾ കിട്ടാനില്ല. ഇവർക്ക് മതപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ബാക്കിയുള്ള ആളുകൾ വന്ന് ഇവരെ ഉപദ്രവിക്കും. നമ്മുടെ കാലാവസ്ഥപരമായിട്ടുള്ള പ്രശ്നങ്ങള്, ബാങ്കിങ് ഇല്ല, അങ്ങനെ മോഷണങ്ങൾ ഒക്കെ ഉണ്ടാവും. അങ്ങനെ 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 കുറെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ആര് സഹിക്കുന്നുണ്ട്? നമ്മുടെ ട്രൈബൽ വിഭാഗം സഹിക്കുന്നുണ്ട്. ഇനി അടുത്ത നമ്മുടെ അർബൻ ഏരിയാസിലെ പ്രോബ്ലംസ്. അർബൻ ഏരിയാസ് എന്ന് വെച്ചാൽ നാഗരികമായിട്ടുള്ള ജീവിതം. നാഗരികം എന്ന് വെച്ചാൽ നമ്മുടെ നഗരപ്രദേശങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം കുറച്ച് സ്ഥലത്തിലാണ് ആളുകൾ താമസിക്കുന്നത്. ജലത്തിന്റെ വിതരണം 24 മണിക്കൂർ നല്ല വെള്ളം കിട്ടാനില്ല. കിട്ടുന്നത് മുഴുവൻ ക്ലോറിൻ കളഞ്ഞ വെള്ളമായിരിക്കും. ഗതാഗതക്കുരുക്ക്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ആരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ നഗരപ്രദേശത്തിലെ ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ 26ാമത്തെ ചാപ്റ്ററിൽ. എന്താണ് ട്രൈബ്സ്? ട്രൈബ്സിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ പ്രത്യേകതകൾ ഏതൊക്കെയാണ്? പിന്നെ അതേപോലെ തന്നെ അർബൻസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്താണ്? ഇത്രയും നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ഇനി 27ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോഴത്തേന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്താണ് ഇന്ത്യയിലെ ജാതി സമ്പ്രദായം. ഇന്ത്യയിലെ ജാതി സമ്പ്രദായം ആദ്യം നമുക്ക് നോക്കാം. എന്താണ് സംസ്കൃതവൽക്കരണം? സംസ്കൃതവൽക്കരണം എന്താന്ന് വെച്ചാൽ ഒന്നുമില്ല, താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളുടെ ജീവിത രീതിയും സംസ്കാരങ്ങളും ഒക്കെ എന്താണ് സ്വീകരിക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ എന്താണ് ബ്രാഹ്മണരുടെ ജീവിതം എന്തോന്നാണ്? അവര് വേദങ്ങൾ പഠിക്കുക, വേദങ്ങൾ വായിക്കുക, ആ ഒരു രീതിയിൽ സംസാരിക്കുക, സംസ്കൃത വാക്കുകൾ യൂസ് ചെയ്യുക, വെജിറ്റേറിയൻസ് ആയിരിക്കണം, പൂജാതി കർമ്മങ്ങൾ ചെയ്യുക. ഇതേപോലെ തന്നെ ഒരു
താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ അതേപോലെ തന്നെ പാത്ത് ഫോളോ ചെയ്ത ഇതിനെ നമ്മൾ എന്തെന്ന് പറയും? സംസ്കൃതവൽക്കരണം എന്ന് പറയും. ഇനി നമുക്ക് നോക്കാം എന്താണ് വെസ്റ്റേണൈസേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പൊ എല്ലാവർക്കും കൊറിയൻ ട്രെൻഡ്സ് ആണ്. വിദേശ വസ്ത്രധാരണത്തോടും വിദേശ ഭാഷയോടും ഒക്കെ നമ്മൾ സ്വീകരിക്കുന്ന ഒരു നയത്തിനെയാണ് നമ്മൾ വെസ്റ്റേണൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം എന്താണ് ആധുനികവൽക്കരണം? ആധുനികവൽക്കരണം എന്തോന്നാണ്? നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ആധുനികവൽക്കരണം എന്ന് പറയുക. നമ്മൾ എന്താണ് പരമ്പരാഗത രീതിയിൽ നിന്നും എന്താണ് നവീനമായിട്ടുള്ള രീതി അല്ലെങ്കിൽ ആധുനിക രീതിയിലേക്ക് മാറുന്ന ഒന്നിനെയാണ് നമ്മൾ മോഡേണൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നോക്കാനായിട്ടുള്ളത് രണ്ട് തരത്തിലുള്ള ഡിഫറൻസ് ആണ്. എന്താണ് വർണ്ണം, എന്താണ് ജാതി? വർണ്ണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വർണ്ണ സിസ്റ്റം 4 വർണ്ണങ്ങൾ ചേർന്നതാണ്. ആരൊക്കെയാണ്? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ജാതി എന്ന് പറയുമ്പോൾ നമുക്കൊരു 3000-ലേറെ ജാതികൾ ഇന്ത്യയിലുണ്ട്. അതേപോലെ തന്നെ വർണ്ണം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ജോലിയുടെ അടിസ്ഥാനത്തിലല്ല. ജാതി എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് അതായത് വർണ്ണം നമ്മുടെ ജോലിയുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ജാതി എന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമുക്ക് ജന്മനാൽ കിട്ടുന്ന ഒന്നാണ്. പിന്നെ അതേപോലെ തന്നെ വർണ്ണം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും. ജാതി എന്ന് പറയുമ്പോൾ ചില പ്രദേശങ്ങളിൽ മാത്രമേ നമുക്കിത് കാണാനായിട്ട് സാധിക്കുള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു ചാപ്റ്ററിലേക്ക് പോകാം. 28ാമത്തെ ചാപ്റ്റർ ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ്? ഇന്ത്യയിലെ സാമൂഹിക പ്രധാന മതങ്ങൾ എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദ സരസ്വതി. എന്നാണ്? 1875. പിന്നെ അതേപോലെ തന്നെ ബ്രഹ്മ സമാജം സ്ഥാപിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ്. ആ വർഷം നോക്കി വെക്കുക. ഓക്കെ, ഇത്രയും കാര്യം, ഇത്രയല്ല ബാക്കിയുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം. 28ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത് കുറെ മതങ്ങളെ പറ്റിയിട്ടാണ്. ഒന്നാമത് നമുക്ക് നോക്കാം ഇസ്ലാം മതം. ഇസ്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഇച്ഛ അനുസരിക്കുക, അതിനെയാണ് നമ്മൾ ഇസ്ലാമിക വിശ്വാസീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഇസ്ലാംസിന്റെ പില്ലേഴ്സ്. 5 പില്ലേഴ്സ് ആണ് ഇസ്ലാംസ് ഫോളോ ചെയ്യുന്നത്. ഒന്ന്, അള്ളാഹുവിനെ അല്ലാതെ വേറൊരു ദൈവത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആരാധിക്കാനായിട്ട് പാടത്തില്ല. 5 നേരം നമസ്കരിക്കണം, പാവങ്ങൾക്ക് ദാനം കൊടുക്കണം, റംസാൻ മാസത്തിൽ നിരാഹാരം അനുഷ്ഠിക്കണം, മക്കയിൽ പോകണം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഇസ്ലാംസിന്റെ പില്ലേഴ്സിൽ വരുന്നത്. നോക്കാം അടുത്തൊരു ഒന്നാണ് ബുദ്ധിസം. ബുദ്ധിസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 6ാം നൂറ്റാണ്ടിൽ നമ്മുടെ എന്താ ഭക്തി മൂവ്മെന്റ്, ഭക്തി പ്രസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ദൈവത്തോടുള്ള ഭക്തി, ആ ഒരു കാലഘട്ടത്തിലെ ഭക്തി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് വന്ന ഒന്നാണ് ബുദ്ധിസം എന്ന് പറയുന്നത്. ഗൗതമ ബുദ്ധനായിരുന്നു ഇതിന്റെ സ്ഥാപകൻ. എന്ന് പറയുമ്പോൾ ആന്തരികമായിട്ടുള്ള സമാധാനത്തിന്റെയും ജ്ഞാനത്തിന്റെയും അവസ്ഥയാണ് നമ്മൾ ബുദ്ധിസത്തിൽ പറയുന്നത്. ഈ ബുദ്ധിസം എന്ന് പറയുന്നത് എങ്ങനെ ഡിക്ലൈൻ ആയെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എങ്ങനെ അവസാനിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല നല്ല രാജാക്കന്മാരുടെ പിന്തുണ ഇല്ലാതെ വന്നു. ബ്രാഹ്മണ മതത്തിൽ കുറെ നവീകരണങ്ങൾ വന്നു. ബുദ്ധമതം രണ്ടായിട്ട് വന്നു. ഏതൊക്കെയാണ്? ബുദ്ധിസം രണ്ടായിട്ട് വന്നു. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ബുദ്ധമതം എൻഡ് ആവാനായിട്ടുള്ള കാര്യം. പിന്നെ നമുക്ക് നോക്കാം എന്താണ് സിക്കിസം. സിക്കിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചാബിൽ ഗുരുനാനക് കൊണ്ടുവന്ന ഒന്നാണ്. ഭക്തിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ വരുന്നത് പാഴ്സി മതം. പാഴ്സി മതം എന്ന് പറയുമ്പോൾ 8ാം നൂറ്റാണ്ടിൽ വന്ന പേർഷ്യയിൽ നിന്ന് കുടിയേറി പാർത്ത ആളുകളാണ് കേട്ടോ. അതാണ് അവരുടെ മതം. ഇനി ജൈനിസം എന്ന് പറയുന്നത് വേദകാലഘട്ടത്തിൽ ഉണ്ടായ ഒരു മതമാണ്. മഹാവീര ആണ് ഈ ജൈനിസത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. ഇതിൽ രണ്ടായി നമുക്ക് ഡിവൈഡ് ചെയ്യും. ഒന്ന് നിഗംബരൻ, അതിൽ വെള്ള വസ്ത്രം ധരിക്കുന്ന ആളും, ശ്വേതാംബരൻ. പിന്നെ ഇതെന്ന് പറയുമ്പോൾ തൊട്ടുകൂടായ്മയ്ക്കൊക്കെ എതിരാണ്. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള എന്താണ് ഇസ്ലാമിസം, എന്താണ് ബുദ്ധിസം,